ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ വിഷൻ വാലറ്റ്. ഷോർട്ട് ഫിലിം റിവ്യൂസിൻ്റെ 5-ാം ദിനം. 30D മിസ്റ്ററി മാത്രം പറഞ്ഞു വയ്ക്കുന്ന ഈ ഷോർട്ട് ഫിലിം തുടക്കം മുതൽ അവസാനം വരെയും നമ്മളെ മുൾമുനയിൽ നിർത്തി പിടിച്ചിരുത്തും. നായിക മാത്രമുള്ളൊരു ഷോർട്ട് ഫിലിം. തുടക്കത്തിൽ യാതൊരു തരത്തിലും മിസ്റ്ററി തോന്നാത്തൊരു ഷോർട്ട് ഫിലിം. സാധാരണമായി ഒരു ഫ്ലാറ്റിനുള്ളിൽ ഒരു കുടുംബം താമസിക്കുമ്പോൾ എന്തൊക്കെയാണോ അവിടെ നടക്കുന്നത് അത് തന്നെയാണ് ഈ ഷോർട്ട് ഫിലിം തുടക്കത്തിൽ കാണിക്കുന്നത്. നായിക ഫ്ലാറ്റിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും ഏതൊരു വീട്ടമ്മയും പുറത്തുപോയി വന്നാൽ കാണുന്ന കാഴ്ചകൾ തന്നെയാണ് തുടക്കത്തിൽ കാണിക്കുന്നത്. മകൻ്റെ ഷൂവും സ്കൂളിൽ പോയി വന്ന ബാഗും ചെരുപ്പും ഒക്കെ അവിടെ വാട്ടർ ബോട്ടിലൊക്കെ ഇങ്ങനെ വിതറിയിട്ടിട്ടുണ്ട് മകൻ. അപ്പോൾ അത് കണ്ടിട്ട് ദേഷ്യപ്പെടുന്നത് വീട്ടമ്മേനെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടെ ഒരു കുട്ടിയുണ്ട് എന്നുള്ളത്. അപ്പോഴൊന്നും നമുക്ക് ഈ മിസ്റ്ററി ഫീൽ ചെയ്യില്ല യാതൊരു തരത്തിലും. പോകെ പോകെ ഇവരുടെ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. ഹസ്ബൻഡിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ മകൻ്റെ സൗണ്ടും മാത്രമേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നുള്ളൂ. അവിടെ മുതലാണ് ഈ മിസ്റ്ററി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. പർട്ടിക്കുലർ ടൈം വരെയും വേറെ ഒരു കഥാപാത്രവും എൻ്റർ ആവാതിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു മിസ്റ്ററി ഫീൽ ചെയ്ത് തുടങ്ങും. അതിനുശേഷം നായിക കിച്ചണിൽ വന്നിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യുകയും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇവരായിട്ട് നന്നായിട്ട് വഴക്കിടുന്നുണ്ട്. ഹസ്ബൻഡിനോടും മകനോടും വഴക്കിടുന്നുണ്ട്. ഈ വഴക്കിട്ടുകൊണ്ട് ജോലികൾ ചെയ്യുന്ന സമയത്താണ് പുതിയൊരു സൗണ്ട് ഇതിലേക്ക് എൻ്റർ ആവുന്നത്. അത് അവരുടെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ നിന്നുള്ള ജനാല വഴി വരുന്ന ഒരു പ്രായമായ സ്ത്രീയുടെ ഒരു സൗണ്ടാണ്. പെട്ടെന്നൊരു അതിശയമാണ് നമ്മുടെ നായിക്ക് ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ ഇതുവരെയും അവർ താമസമാക്കിയിട്ടും യാതൊരു സൗണ്ടും പുറത്തുനിന്ന് കേൾക്കുകയോ അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളുമായോ യാതൊരു കോണ്ടാക്റ്റും അവർക്കില്ല. സൗണ്ട് ശരിക്കും നായികയെ ഗൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പരിഭവങ്ങൾ പറയുന്ന നായികയെ മകനോട് കുറച്ചുകൂടെ മൃദുവായിട്ട് സംസാരിക്കാനും, കുഞ്ഞല്ലേ ഹസ്ബൻഡിനോടായാലും കുറച്ചുകൂടെ എന്താ പറയുക, ഈ ഒരു ദേഷ്യഭാവം മാറ്റി സംസാരിക്കാനായിട്ട് പറയുകയും അതിൻ്റെ അടുത്ത ദിവസം തന്നെ ജോലി കഴിഞ്ഞ് വരുന്ന നായിക കാണുന്നത് നമ്മുടെ കിച്ചണെല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കുന്ന, വീടെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വീട്ടുകാരെയാണ്. അപ്പോൾ അതിൽ അതിശയം കൊണ്ടുകൊണ്ട് പുള്ളിക്കാരി നമ്മുടെ ഓപ്പോസിറ്റ് നെയ്ബറിനോട് ആ സൗണ്ടിനോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. അവർ അപ്പം തന്നെ പറയും, അവരെക്കുറിച്ച് അങ്ങോട്ട് നായിക ചോദിക്കും, നിങ്ങളുടെ പേരെന്താ? ഇവിടെ നിന്ന് അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യാതൊരു ഉത്തരവും ആ സൗണ്ട്, ആ പ്രായമായ സ്ത്രീയുടെ സൗണ്ട് തിരിച്ച് റെസ്പോൺസ് ചെയ്യില്ല. പക്ഷേ അതേസമയം പുള്ളിക്കാരി, അതായത് ആ സൗണ്ടിന് എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് ആ ടൈം കഴിയുമ്പോൾ സ്വിച്ച് ഇട്ടതുപോലെ തന്നെ ആ സൗണ്ട് പിൻവാങ്ങുകയും ചെയ്യും. അത് ശരിക്കും പറഞ്ഞ ഒരു ക്യൂരിയോസിറ്റി നമ്മളിലും ജനിപ്പിക്കും. എന്താണെന്ന് വെച്ചാൽ 2-3 പ്രാവശ്യമായിട്ട് മാത്രമേ ഈ സൗണ്ട് വരുന്നുള്ളൂ എങ്കിലും വരുന്ന സമയം നായികയ്ക്ക് എന്താണോ അങ്ങോട്ട് പറയാനുള്ളത് അതൊന്നും കേൾക്കത്തില്ല. എന്താണോ ആ വോയിസിന് പറയേണ്ടത് അത് പറഞ്ഞതിന് ശേഷം ആ സൗണ്ട് പിൻവാങ്ങും. ഇവിടെയാണ് ഒരേ സമയം നമ്മളിലും അതുപോലെ തന്നെ നായികയിലും ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്നത്. ആ സൗണ്ട് അന്വേഷിച്ച് അത് അവിടെ ആരാണ് താമസിക്കുന്നത്, ഇവിടെ 30D എന്ന പേര് ഷോർട്ട് ഫിലിം നെയിം കൊടുക്കാൻ തന്നെ കാരണം 30Dയിലാണ് ആ സ്ത്രീ താമസിച്ചിരുന്നത്. അപ്പോൾ നായിക സെക്യൂരിറ്റി വിളിച്ച് ചോദിക്കും, അത് താമസക്കാരെവിടെ പോയി, അവരെക്കുറിച്ച് യാതൊരു അറിവില്ലല്ലോ, 2 ദിവസമായിട്ട് ഒരു അനക്കവും ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ സെക്യൂരിറ്റി പറയും, അവിടെ നായിക താമസിക്കാൻ വരുന്നതിനും എത്രയോ മാസങ്ങൾക്ക് മുന്നേ തന്നെ അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്, അവിടെ ആൾതാമസം ഇല്ല ആ റൂമിൽ. ഇവിടെ നായികയ്ക്കും നമുക്കും ഒരു മിസ്റ്ററി തന്നിട്ടാണ് ഈ ഷോർട്ട് ഫിലിം അവസാനിപ്പിക്കുന്നത്. നായികയുടെ തോന്നലാണോ അതോ അവിടെ ശരിക്കും ഗോസ്റ്റ് ഉണ്ടോ എന്നുള്ളതിൻ്റെ ഒരു മിസ്റ്ററി നിലനിർത്തിക്കൊണ്ടാണ് ഈ ഷോർട്ട് ഫിലിം എൻഡ് ചെയ്യുന്നത്. നമ്മുടെ 30D ആരാ താമസിക്കുന്നത്?